നമസ്കാരം. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള IPL പോരാട്ടത്തിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്തായതിൽ പുറകെ രൂക്ഷ വിമർശനവുമായി കെ ശ്രീകാന്ത് രംഗത്തെത്തുന്നു. സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് പ്രകടനമാണ് CSKയ്ക്കായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആദ്യ സീസണിൽ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചതെന്ന് കുറ്റപ്പെടുത്തി. പൊതുവെ ശ്രീകാന്തിന്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിനെ പുകഴ്ത്തുന്ന വീഡിയോ വളരെയധികം കുറവാണ്. എന്നാൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന വീഡിയോ വളരെയധികം വലുതുമാണ് എന്ന് പറയാം. ശ്രീകാന്ത് പൊതുവെ സഞ്ജുവിനെ ഇത്തരത്തിൽ വിമർശിക്കുന്ന വീഡിയോകൾ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ വാക്കുകളിൽ നിന്ന് ഇത്തരം ഒരു കാര്യം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. 89 റൺസിന്റെ വലിയ പരാജയമാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ചെന്നൈക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത്. ഈ കളിയിൽ നല്ലൊരു മാർജിനിൽ ജയിക്കുന്നതിനൊപ്പം തന്നെ മറ്റു മത്സരഫലങ്ങളും അനുകൂലമായാൽ മാത്രമേ CSKയ്ക്ക് നേടിയ പ്ലേ ഓഫ് സാധ്യതയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതോടെ CSKയുടെ പ്രതീക്ഷകൾ പൂർണ്ണമായി അസ്തമിക്കുകയും ചെയ്തു. ഈ IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കവെയാണ് സഞ്ജു സാംസനെ അതിരൂക്ഷമായി കെ ശ്രീകാന്ത് വിമർശിച്ചത്. സീസണിൽ ടീമിനായി ഏറ്റവും അധികം റൺ എടുത്തെങ്കിലും സ്ഥിരത പുലർത്താൻ കഴിഞ്ഞില്ലെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. സഞ്ജു സാംസന്റെ ഇത്തവണത്തെ പ്രകടനം നോക്കൂ. 14 മാച്ചുകളിൽ ആകെ പെർഫോം ചെയ്തു വെറും 4 എണ്ണത്തിൽ മാത്രമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രൈം പ്ലെയർ ആണ് അദ്ദേഹം. 165 സ്ട്രൈക്ക് റേറ്റും 477 റൺസും 43 ശരാശരിയും എല്ലാം ഉണ്ട്. പക്ഷേ സഞ്ജുവിനെ പോലെ ഒരു താരത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഇതിൽ കൂടുതലും പ്രതീക്ഷിച്ചിരുന്നു. ലീഗ് ഘട്ടത്തിൽ ആകെ കളിച്ചിട്ടുള്ള 14 മത്സരങ്ങളിൽ 7 എണ്ണത്തിലും സഞ്ജു നല്ല പ്രകടനം നടത്തുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇതാണ് വ്യത്യാസം. ഇതാണ് CSKയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള വ്യത്യാസം. സഞ്ജുവും ശുഭ്മൻ ഗില്ലും സായി സുദർശനും ജോസ് ബട്ട്ലറും തമ്മിലുള്ള വ്യത്യാസം. ഇവരെല്ലാം GTയ്ക്കായി സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളവരാണെന്ന് കൂടി പറയാം. ശ്രീകാന്ത് വ്യക്തമാക്കുന്നുണ്ട്. 0, 27, 20, 28, 87 നോട്ട് ഔട്ട്, 11, 11, 11, 101 നോട്ട് ഔട്ട്, 7, 48, 115, 9, 7, 6 എന്നിങ്ങനെയാണ് സീസണിൽ സഞ്ജുവിന്റെ സ്കോറുകൾ. എന്നാൽ സഞ്ജുവിനെതിരെയുള്ള ഈ കടന്നാക്രമണത്തോട് യോജിക്കാൻ ശ്രീകാന്തിനോടൊപ്പം ഇതേ ഷോയിൽ ആങ്കറായി പങ്കെടുത്ത മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധും തയ്യാറായില്ല. സഞ്ജുവിനെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും CSK ബാറ്റിംഗ് ലൈനപ്പിൽ മറ്റാരും പിന്തുണ നൽകാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ റിസ്കുകൾ എടുക്കേണ്ടി വന്നതെന്നും അനിരുദ്ധ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2024 IPLൽ ശുഭ്മൻ ഗില്ലിന്റെ അത്ര നല്ലൊരു സീസൺ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. പലർക്കും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സീസണുകളും അത്ര നല്ലതാകില്ല. അടുത്ത സീസൺ അവർ നല്ലത് മികച്ചതാക്കും. കഴിഞ്ഞ സീസണിൽ ഇവർ എവിടെ പോയിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ പെർഫോമൻസുകൾ മാറ്റി അടുത്ത വർഷം നന്നാക്കുന്ന ഒത്തിരി താരങ്ങളുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. ഇത്തവണ സഞ്ജു സാംസൺ പെർഫോം ചെയ്തതുപോലെ തന്നെയാണ് ഗില്ലും അന്ന് പെർഫോം ചെയ്തത്. 400+ ആയിരുന്നു അന്ന് അദ്ദേഹത്തിന് നേടിയത്. പക്ഷേ ഗില്ലിന് അത് ടീമിൽ മറ്റ് ബാറ്റർമാരിൽ നിന്നും പിന്തുണ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സഞ്ജുവിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയുമല്ല. അദ്ദേഹം റണ്ണടിച്ച് 4 മാച്ചും CSK ജയിച്ചിട്ടുമുണ്ട്. സഞ്ജു ഒരു സീസണിൽ 450 തൊട്ട് 550 റൺസ് പ്ലെയർ ആണെന്നും ഈ IPL തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഇതിൽ 4 എണ്ണത്തിൽ ഏറെക്കുറെ തനിച്ചാണ് CSK ജയിപ്പിച്ചിട്ടുള്ളതെന്ന് കൂടി നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് അനിരുദ്ധ് ശ്രീകാന്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു.